പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർവേ ആരംഭിച്ചു വൈദ്യുതി വകുപ്പ്. വനംവകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെയാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കഞ്ചാർ പഞ്ചായത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചത്. 110 kV ലൈൻ വലിക്കുന്നതിനായാണ് ഉദ്യോഗസ്ഥർ സർവേ നടത്തുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AN സുമോദിന്റെ നേതൃത്വത്തിലാണ് സർവേ സംഘം എത്തിയത്. പീരുമേട് കട്ടപ്പന 110 kV ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. നിവേദനവുമായി മന്ത്രിയെ കണ്ട് ചർച്ചയും നടത്തിയിരുന്നു. ഇത് പ്രകാരം വനത്തിന് സമീപത്തു കൂടി ലൈൻ വലിക്കാൻ തീരുമാനമെടുക്കുകയും ഈ മാസം 15-ന് മുമ്പ് സർവേ നടത്താനും തീരുമാനിച്ചിരുന്നു. ഇത് പ്രകാരമാണ് വൈദ്യുതി വകുപ്പിലെ സർവേ ടീം അയ്യപ്പൻകോവിൽ തൂക്കുപാലം മുതൽ സർവേ ആരംഭിക്കുന്നത്. ഒരാഴ്ച മുമ്പും സർവേ ടീം എത്തിയിരുന്നു. സർവേ നടത്താൻ വനം വകുപ്പിന്റെ അനുമതി വാങ്ങാതെ എത്തിയതിനാൽ അന്ന് വാക്കു തർക്കവും ഉണ്ടായി. തുടർന്ന് സർവേക്ക് വനം വകുപ്പിന്റെ അനുമതി വാങ്ങിയ ശേഷമാണ് സർവേ പുനരാരംഭിച്ചിരിക്കുന്നത്. ഹൈടെൻഷൻ ലൈനിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് പേപ്പർ ലഭിക്കാത്തതിനാണ് സർവേ സംഘം മടങ്ങിയത്. എങ്കിലും ഫോറസ്റ്റുകാരുടെ അനുമതിയോടുകൂടി ഇന്ന് വീണ്ടും സർവേ പുനരാരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് അറിയാം, നമ്മുടെ കഞ്ചാർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ജനവാസ മേഖല ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം അവരെ അറിയിക്കുകയും അതിന് പ്രകാരമാണ് ഇപ്പോൾ സർവേ ഫോറസ്റ്റിലൂടെ തന്നെ തേക്ക് പ്ലാന്റേഷനിലൂടെ നടക്കുന്നതിനുള്ള സർവേയാണ് നടക്കുന്നത്. ഏതായാലും ജനങ്ങളെല്ലാം വളരെ പ്രതീക്ഷയിലാണ്. ജനവാസ മേഖല ഒഴിവാക്കി തന്നെ നമ്മുടെ ഈ ലൈൻ കട്ടപ്പനയിലേക്ക് എത്തിച്ചേരുമെന്നും നമ്മുടെ ആശങ്കയെല്ലാം അകറ്റുമെന്നുമാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും എല്ലാം വിശ്വാസം. കാഞ്ചാർ പഞ്ചായത്തിലെ 6ഓളം വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെ 7 കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാൻ പദ്ധതിയിട്ടിരുന്നത്. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് പുതിയ സർവേ നടത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനമായത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ N സുമോദ്, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സെബാസ്റ്റ്യൻ തോമസ്, വിനീഷ് M നായർ, ജെയ്സൺ ചാക്കോ എന്നിവരടങ്ങുന്ന സംഘമാണ് സർവേ നടക്കുന്നത്. വനം വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സർവേ നടന്നുവരുന്നത്. സർവേ നടത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുകയും തുടർന്ന് വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്താകും തീരുമാനമെടുക്കുക. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.